ഫെബ്രുവരി 14 പ്രണയിക്കുന്നവരുടെ ദിനം, വാലന്റൈൻസ് ഡേ. ആരാണ് ഈ വാലന്റൈൻ? അതൊരു സാങ്കല്പിക കഥാപാത്രമാണോ? എങ്ങനെയാണ് ലോകം ഈ ദിനം തന്നെ പ്രണയിക്കുന്നവരുടെ ദിനമായി തിരഞ്ഞെടുത്തത്? പറഞ്ഞുതരാം. റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് രണ്ടാമന്റെ കാലത്ത് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കത്തോലിക്ക പുരോഹിതനാണ് വാലന്റൈൻ. ക്ലോഡിയസ് രാജാവ് സൈനിക ശക്തിയിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. അതിനാൽ വിവാഹിതരായ ഭടന്മാരെക്കാളും അവിവാഹിതരായ ഭടന്മാരാണ് യോദ്ധാക്കളെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ രാജ്യത്ത് വിവാഹം നിരോധിച്ചു. പ്രത്യേകമായിട്ട് പട്ടാളക്കാരുടെ വിവാഹമാണ് നിരോധിച്ചത്. പക്ഷേ പുരോഹിതനായ വാലന്റൈൻ രഹസ്യമായി പട്ടാളക്കാരുടെ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു. ഇതറിഞ്ഞ രാജാവ് വാലന്റൈനെ തടവിലാക്കി. ഒരുപാട് നാളത്തെ ക്രൂര പീഡനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തലവെട്ടിക്കൊന്നു. പ്രണയിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ വാലന്റൈൻ. ആ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്നേഹങ്ങൾ കാപട്യമില്ലാത്ത പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഒരുപാട് വ്യാജ പ്രണയങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ വചനം ഇപ്രകാരം പറയുന്നു: സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല.